പ്രിയദർശിനി പദ്ധതി സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഉറപ്പാക്കുന്നു. പ്രിയദർശിനി പദ്ധതി ആരുടെയും സൗജന്യമല്ല, അത് നമ്മുടെ പദ്ധതിയാണ്, സർക്കാരിന്റെ പദ്ധതിയാണ്. അവിടെ സൗജന്യം പറ്റുന്നു എന്ന തോന്നൽ ഒരിക്കലും സ്ത്രീകൾക്കുണ്ടാകാനേ പാടില്ല. അങ്ങനെ പദ്ധതിയായി വിഭാവനം ചെയ്തതാണ്. ഇതേക്കുറിച്ച് ഞാനല്ല പറഞ്ഞത്, നേരത്തെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. അവിടെയാണ് മന്ത്രിയുടെ പരാമർശത്തിന്റെ ഗൗരവം വരുന്നത്. അന്ന് പ്രിയദർശിനി പദ്ധതി ഉദ്ഘാടനം ചെയ്യുമ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ വാചകങ്ങൾ കേൾക്കാം. ഞാൻ ഇതിനെ കാണുന്നത് സ്ത്രീകൾക്ക് നൽകുന്ന ഒരു ഔദാര്യമായിട്ടല്ല. സ്ത്രീകൾക്ക് അഭിമാനത്തോടു കൂടി സർക്കാരിൻ്റെ ഒരു വണ്ടിയിൽ യാത്ര ചെയ്യാൻ കഴിയുക, അത് സൗജന്യമല്ല. ഞങ്ങളുടെ സർക്കാർ, ഞങ്ങളുടെ വാഹനം, ഞങ്ങൾ ഇതിലൂടെ യാത്ര ചെയ്യുന്നു. ഞാൻ പറയുന്നു, ഈ പദ്ധതി ഈ സംസ്ഥാനത്തെ സർക്കാരിന് കേരളത്തിലെ സ്ത്രീകളോടുള്ള ആദരവായി നിങ്ങൾ കാണണം. ആദരവാണ്. സ്ത്രീകളെ ബഹുമാനിക്കാൻ ഒരു സമൂഹം പഠിക്കണമെന്നുള്ളൊരു സന്ദേശം കൂടിയാണ്. ആദരവോടുകൂടി, ബഹുമാനത്തോടുകൂടി നമ്മുടെ അമ്മമാരെ, സഹോദരിമാരെ അവരെ കാണണം. ആ ആദരവാണ് ഈ സംസ്ഥാന സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പ്രഖ്യാപിച്ച് നടപ്പാക്കുന്ന ആദ്യത്തെ പദ്ധതി കേരളത്തിലെ സ്ത്രീകളോടുള്ള നമ്മുടെ എല്ലാവരുടെയും, കേരളത്തിലെ ജനങ്ങളുടെ ആദരവായി കണക്കാക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. തകൂപ്പൊയ്കളോടുകൂടി അതിന് സമാനമായാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രിയദർശിനി ബസിന്റെ ആ പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങിൽ പ്രസംഗിക്കുമ്പോൾ പറയുന്നത് സ്ത്രീകളോടുള്ള ആദരവാണ്, ഇത് സൗജന്യമല്ല. ഞങ്ങളുടെ നാട്, നമ്മുടെ സർക്കാർ, നമ്മുടെ ബസ്, ആദരവാണിത്, സർക്കാരിൻ്റെ ആദരവാണ്. അപ്പോഴെങ്ങനെയാണ് ഒരു മന്ത്രി അധിക്ഷേപകരമായി ഇതിനെക്കുറിച്ച് സംസാരിക്കുക എന്നതാണ്. അതും ആ വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രി ഈ സൗജന്യത്തെക്കുറിച്ച് മോശമായി പറയുന്നത് എങ്ങനെയാണ് എന്നതാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്. മാത്യു എന്നൊരു പ്രേക്ഷകൻ നമുക്കുണ്ട്. മാത്യു, എന്താണ് പറയാനുള്ളത്? ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. അതായത് യാഥാർത്ഥ്യം പറയുമ്പോൾ അതെങ്ങനെ വിവാദവും വിഷയവും ആകുന്നത്? ആക്ച്വലി നമുക്കറിയാവുന്ന വെളിച്ചം പോലെ തെളിഞ്ഞ വിഷയമാണ് ഈ പറഞ്ഞ ഇതിനകത്ത് യാഥാർത്ഥ്യം. എന്നാൽ ശ്രീമതി സഖാവ് പറയുമ്പോൾ എം മണി സഖാവ് പറഞ്ഞത് മറന്നിട്ട് പറയല്ല. നമ്മുടെ ക്ഷേമ പെൻഷനും നമ്മുടെ കിറ്റും മേടിച്ചിട്ട് UDF വോട്ട് ചെയ്തു എന്ന് പറഞ്ഞത് കഴിഞ്ഞ നാളുകൾ നമ്മൾ കേട്ടതാ. അങ്ങനത്തെ ഒരു പാർട്ടി രാഷ്ട്രീയമായി തന്നെ UDF പ്രതിരോധിച്ചതാണല്ലോ. അങ്ങനെ കിറ്റ് വാങ്ങി സൗജന്യം പറ്റി എന്ന ആക്ഷേപകരമായ പരാമർശം, അതിന് മറുപടിയാണോ ഇത്? അങ്ങനെ പറഞ്ഞതിന് മറുപടിയാണോ? അങ്ങനെയല്ലല്ലോ, അങ്ങനെ പറയാൻ പാടുണ്ടോ? മറുപടിയല്ല, അങ്ങനെ പറഞ്ഞത് അവരുടെ പാർട്ടിയിൽ തന്നെ ഉള്ള ആളല്ലേ. ശരി, ആയിക്കോട്ടെ, അങ്ങനെ പലതും ഉണ്ടാകാം. അതുകൊണ്ട് ഈ സർക്കാരിലെ മന്ത്രിയും അങ്ങനെ പറയുമോ? അല്ല, അങ്ങനെ പറയണമെന്നല്ല, പറഞ്ഞതിനകത്ത് യാഥാർത്ഥ്യം ഉണ്ടോ എന്ന് പരിശോധിക്കണം, അത്രേ ഉള്ളൂ. എന്താണ് ആ യാഥാർത്ഥ്യം? യാഥാർത്ഥ്യം ഉണ്ട്. സൗജന്യങ്ങൾക്ക് നമ്മൾ താല്പര്യം കാണിക്കുമ്പോൾ തന്നെ നമ്മുടെ സ്വകാര്യപരമായ താല്പര്യങ്ങൾക്കകത്ത് ഈ സൗജന്യം ഉൾപ്പെടുത്താറില്ല എന്ന് പറഞ്ഞാൽ തലമുറയുടെ നന്മയും സ്കൂളും നോക്കുമ്പം അവർ കഴിവുള്ള സ്കൂളിൽ കൂടുതൽ സൗകര്യത്തിന് വിടുകയും ഗവൺമെന്റ് സർക്കാർ ഒരുക്കുന്ന അവരുടെ സൗജന്യം അല്ലെങ്കിൽ അവർ ഒരുക്കുന്ന സൗകര്യം നമ്മൾ സ്വീകരിക്കാതെ വരുന്നതും തെറ്റല്ലേ? അപ്പൊ അങ്ങയുടെ കുടുംബത്തിലുള്ള എല്ലാ സ്ത്രീകളോടും വീട്ടിലെ പണമെടുത്ത് ഈ സൗജന്യ യാത്രയിൽ പങ്കാളിയാകാതെ പണം മുടക്കി തന്നെ ബസ്സിൽ പോകണം എന്ന് നിർദ്ദേശിക്കുമോ? അങ്ങനെയാണോ അങ്ങ് ഉദ്ദേശിക്കുന്നത്? അങ്ങനെ സൗജന്യ യാത്രയിൽ പങ്കുചേരാൻ മനസ്സ് കാണിക്കുന്നവര് സ്കൂള് ഗവൺമെന്റ് ഒരുക്കുന്ന മറ്റുള്ള സൗകര്യങ്ങളിലൂടെ പങ്കാളികളാകണം എന്നൊരു സന്ദേശം കൊടുക്കണമെന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അല്ല, എന്താണ് അങ്ങ് ഈ പറയുന്നതിന്റെ അടിസ്ഥാനം എന്നത് മനസ്സിലാകുന്നില്ല. മന്ത്രിയുടെ അതേ വാചകമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങയുടെ ചിന്ത ഏത് നിലയിലാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നേരത്തെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞതാണ്. 3 കാര്യങ്ങൾ പ്രധാനമായും മന്ത്രി ചൂണ്ടിക്കാണിച്ചു. 3-നുമുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചതാണ്. ഇനി അതേപ്പറ്റി കുറെ കൂടി ഗൗരവമായി പഠിക്കണമെങ്കിൽ അങ്ങൊന്ന് ആലോചിച്ച് നോക്കൂ, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങേക്ക് മനസ്സിലാകുമെന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. അതല്ല, ഇനി അങ്ങയുടെ ഭാഗമാണ് ശരിയെങ്കിൽ അങ്ങനെ തന്നെ വിശ്വസിക്കുകയും അങ്ങനെ തന്നെ തുടരുകയും ചെയ്യാവുന്നതാണ്. മറ്റൊരു പ്രശ്നമുണ്ട്. ശിവദാസ്, ആലപ്പുഴ. ശിവദാസ് പറയും. സാറേ, അദ്ദേഹം പറഞ്ഞതിലേ എന്ത് വിവാദം എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം നമ്മളീ ഒരു പൊതുസമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഈ സമൂഹത്തോട് ബാധ്യതയില്ലേ? അദ്ദേഹം പറഞ്ഞത് ഒരു ഫാക്റ്റാണ് പറഞ്ഞത്, ഒരു യാഥാർത്ഥ്യമാണ് അദ്ദേഹം പറഞ്ഞത്. മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് യാഥാർത്ഥ്യം പറഞ്ഞുകൂടെ?